السلام عليكم ورحمة الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وقل الحق من ربكم فمن شاء فليؤمن ومن شاء فليكفر. إنا أعتدنا للظالمين نارا أحاط بهم سرادقها وإن يستغيثوا يغاثوا بماء كالمهل يشوي الوجوه بئس الشراب وساءت مرتفقا. صدق الله العظيم. وقل الحق من ربكم فمن شاء فليؤمن ومن شاء فليكفر. ആ ഭാഗമാണ് ഇന്നലെ പറഞ്ഞത്. യാഥാർത്ഥ്യം ഹക്ക് അള്ളാഹു പറഞ്ഞ തീരുമാനങ്ങളാണ്. അത് അംഗീകരിക്കാൻ പറ്റിയ വിശ്വാസികളാവുകയാണെങ്കിൽ ആവുക, അല്ലാത്തവര് അവരെ വഴിക്ക് പോവുകയും ചെയ്യാം. എന്നിട്ട് അള്ളാഹു പറയാണ്, ഇന്ന അഅ്തദ്നാ ലിൽളാലിമീന നാറൻ അഹാത ബിഹിം സുറാദിഖുഹ. ഇന്ന അഅ്തദ്നാ, നിശ്ചയം നമ്മൾ ഒരുക്കി വെച്ചിട്ടുണ്ട്, ലിൽളാലിമീന, അക്രമികൾക്ക്. ആരാണവര്? ഇതൊക്കെ ഉണ്ടായിട്ടും പിടിവാശിയിൽ ദീനിലേക്ക് വരാതെ മാറിയിരിക്കുന്ന ആളുകൾ. സംഗതി എന്താന്ന് ബോധ്യപ്പെട്ടു, പക്ഷെ ചുറ്റുഭാഗത്തുനിന്ന് ഫുഖറാക്കളെ തട്ടണം, അടിമകൾ ഒഴിവാക്കണം, എന്നാ ഞങ്ങൾ വന്നിരിക്കുക എന്ന് പറഞ്ഞ് അഹങ്കാരം കൊണ്ട് ദീനിലേക്ക് വരാതെ മാറി നിൽക്കുന്ന ആളുകൾ സ്വന്തം ശരീരത്തെ ആക്രമിച്ചവരാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് നാം ഒരുക്കി വെച്ചിട്ടുണ്ട് നാറൻ, തീജ്വാലയെ. അഹാത്ത ബിഹിം സുറാദിഖുഹാ, അഹാത്ത വലയം ചെയ്തിരിക്കുന്നു, ബിഹിം ആ നരകവാസികളെ കൊണ്ട്, സുറാദിഖുഹാ അതിന്റെ തീജ്വാലകളാൽ നിർമ്മിതമായ മേൽക്കൂര. സുറാദിഖ് എന്ന് പറഞ്ഞാൽ നേരെ മേൽക്കൂര എന്നാണ്. ഇവിടെ മേൽക്കൂര എന്ന് പറഞ്ഞാല് അവരതിലിട്ട ചുറ്റുപാടും തീയിങ്ങനെ അവരെ പൊതിയല്ലേ, അപ്പൊ തീജ്വാല അതിനാൽ ഉള്ളത് മേൽക്കൂര എന്നാണ് അർത്ഥം. എന്നിട്ട് അവിടെ വലിച്ചെറിയപ്പെട്ട ആളുകൾ അവര് സഹായം തേടുമ്പോൾ, യുഗാസു അവര് വെള്ളത്തിന് വേണ്ടി സഹായം തേടപ്പെടുമ്പോൾ, വലിച്ചെറിയപ്പെട്ട ആളുകൾ കൊല്ലങ്ങളോളം ദാഹിച്ചു വലഞ്ഞ് നാവെല്ലാം മൈൽസുകൾ നീണ്ട് കീഴേ ചുണ്ട് പൊക്കിളിന്റെ അടിയിക്കും മേലെ ചുണ്ട് നെറുന്തലിന് മുകളിലേക്കും നീളുകയും എന്ന് ഹദീസിൽ കാണാം. ഈ ചുണ്ട് നെറുന്തലിന്റെ അടുക്ക് നീളും, താഴെ ചുണ്ട് പൊക്കളിന്റെ അടിയിക്ക് വരും, അതിന്റെ അടിയിൽ നിന്ന് നാവ് കിലോമീറ്ററുകൾ നീളും. ഇതൊന്നും കടങ്കഥ അറബിക്കഥ ഒന്നുമല്ല കേട്ടോ, നാളെ നേരിടാൻ പോകുന്നതാണ്. ആ സമയത്ത് നെഞ്ച് പൊട്ടിയവര് അള്ളാഹിനോട് ഒരല്പം വെള്ളത്തിന് വേണ്ടി കെഞ്ചും. ആ സമയത്ത് അവർക്ക് കുടിക്കാൻ കൊടുക്കുന്ന വെള്ളമാണ് കൽമുഹുൽ. കൽമുഹുൽ എന്ന് പറഞ്ഞാൽ ഉരുക്കിയ ലോഹം പോലെയുള്ള വെള്ളം. നമ്മൾ ഈ ചെമ്പും ഇരുമ്പൊക്കെ ഉരുക്കിയാൽ അത് അതിശക്തമായി ഉരുകി വരുമ്പോൾ അതിന് വരുന്നൊരു ചെറിയ കഠിന ചൂടുള്ള ലോഹമുണ്ട്. അതുപോലത്തെ ഒരു ഐറ്റം വെള്ളം, യാ അല്ലാഹ്, അതാണ് അവർക്ക് ആ സമയത്ത് കുടിക്കാൻ കൊടുക്കുക. യശ്മിൽ വുജൂഹ്, അത് കുടിക്കാൻ അവർ ആർത്തിയോടെ പാത്രത്തിലേക്ക് മോന്ത അടുപ്പിച്ചാൽ യശ്വി, ശവായിയാക്കും, അൽ വുജൂഹ്, അവരുടെ മുഖങ്ങളെ ഈ വെള്ളം ശവായിയാക്കും. ഷവായി എല്ലാവർക്കും അറിയാലോ, യശ്വി എന്ന് പറഞ്ഞാൽ ശവായിയാക്കുന്ന, ഷവായശ്വി. വെള്ളം കുടിച്ചിട്ടൊന്നുമില്ല, കുടിക്കാൻ വേണ്ടി വെള്ളം നിറക്കപ്പെട്ട പാത്രത്തിലേക്ക് മുഖം അടുപ്പിച്ചിട്ടേ ഉള്ളൂ. അപ്പൊ അതിന്റെ ഹാവി തട്ടിയിട്ട് മുഖം കണ്ട് കരിഞ്ഞിട്ട് ശവായിയാവും. മഅദല്ലാഹ്, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ബിഅസ ശറാബ്, വളരെ മോശപ്പെട്ട വെള്ളമാണത്. വസാഅത് മുർതഫഖാ, വളരെ ഹീനമായ വിശ്രമ സ്ഥലവുമാണ് നരകം. വിശ്രമിക്കാൻ പോയാൽ വിശ്രമിക്കാൻ പറ്റുന്ന സ്ഥലമല്ല, കഠിനമായ അദാബിൽ മുങ്ങുന്ന സ്ഥലമാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഈ ആയത്തോതി കരയുകയും ബോധം കെടുകയും ജീവൻ നഷ്ടപ്പെടുകയും ചെയ്ത ആളുകൾ ലോക ചരിത്രത്തിലുണ്ട്. ഈ ആയത്തിന്റെ മുമ്പിൽ പിടിച്ചിരിക്കാൻ കഴിയാത്തതുകൊണ്ട്. കാരണം ഇത് അള്ളയാണ് പറഞ്ഞത്.
അള്ളാഹ്ക്ക് റഹ്മത്തുണ്ട്, സ്നേഹമുണ്ട്. പക്ഷേ അള്ളാഹ് പ്രതികാരം എടുക്കാൻ തീരുമാനിച്ചാൽ അവനെ പോലെ പ്രതികാരം എടുക്കാൻ പറ്റുന്ന ഒരാളും ഒരു സ്ഥലത്തുമില്ല. അത്രമേൽ പ്രതികാരം എടുക്കുന്നവൻ കൂടിയാണ് അള്ളാഹ്. അവൻ റഹ്മാനാണ്, റഹീമാണ്, ഗഫൂറാണ്, ഷക്കൂറാണ്. അതൊക്കെ വേറെ നടക്കും. പക്ഷെ അവൻ ജബ്ബാറാണ്, മുത്തക്കബ്ബിറാണ്, അവൻ മുന്തഖിമാണ്. ആ ഇസ്മും പുലരണം. അതിലൊന്നും അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഈ ആയത്ത് ഇങ്ങനെ ഓതുമ്പോൾ ഇനി മാന നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ ഉണ്ടാവണം. എല്ലാം കാര്യം വളരെ വ്യക്തമാണ്, വളരെ കൃത്യമാണ്. ഇനി ആവശ്യമുള്ളവർ വിശ്വസിച്ചോളി, ആവശ്യമില്ലാത്തവർ പോയിക്കോളും. നിങ്ങൾ എവിടുക്കാ പോണ ആ വഴിക്ക് നിങ്ങൾ പോയിക്കോളും. പക്ഷെ നാനാഭാഗങ്ങളിലും തീജ്വാലകൾ മേൽക്കൂര പോലെ മേലെയും മറ്റു ഭാഗങ്ങളിലൊക്കെ അവനെ പൊതിഞ്ഞ് അവനെ കഠിനമായി കരിച്ചുകൊണ്ടിരിക്കുക. എന്നാ കരിഞ്ഞങ്ങോട്ട് പോവോ? അതുമില്ല. കുല്ലമാ നളിജത് ജുലൂദുഹും ബദൽനാഹും ജുലൂദൻ ഗൈറഹാ ലിയദൂഖുൽ അദാബ്. നരകത്തിലെ തീജ്വാല അവന്റെ ശരീരത്തെ കരിക്കുകയാണ്. ആ ശരീരത്തിലുള്ള ചർമ്മങ്ങൾ കരിഞ്ഞു പോകുമ്പോഴേക്ക് പുതിയ തൊലികൾ പകരം വെക്കുകയാണ്. എന്തിനു വേണ്ടി? ലിയദൂഖുൽ അദാബ്, അവന് കഠിനമായ ശിക്ഷയെ രുചിക്കാൻ വേണ്ടി. തൊലിശാസ്ത്രജ്ഞനുണ്ട്, തൊലിശാസ്ത്രജ്ഞൻ. അദ്ദേഹം മുസ്ലിമായത് ഈ ആയത്ത് കേട്ടിട്ടാണ്. ലോകത്ത് ആദ്യകാലത്ത് ആളുകൾ മനസ്സിലാക്കിയിരുന്ന മനുഷ്യന് വേദന ആണെങ്കിൽ തലച്ചോറുണ്ടായ മതി. ആ തിയറിയെ തിരുത്തിയത് ഈ ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹത്തിന് പേരെ മറന്നുപോയി. ഞാൻ വായിച്ചിട്ടുണ്ട്. ഈ ശാസ്ത്രജ്ഞനാണ്. അയാൾ ഖുർആൻ ഇങ്ങനെ കേട്ടപ്പോ അതിലിടക്ക് ഈ ആയത്ത് കേട്ടു. കുല്ലമാ നളിജത്ത് ജുലൂദുഹും, ജിൽദിന്റെ ജമ്മാണ് ജുലൂദ്. അവരുടെ തൊലികൾ, ജിൽദ് എന്ന് പറഞ്ഞാൽ തൊലി എന്നാണ്. അവരുടെ തൊലികൾ ഇങ്ങനെ ഉരുകിക്കൊണ്ടിരിക്കുമ്പോൾ ബദ്ദൽന, നമ്മൾ പകരം കൊടുക്കും അവർക്ക് ജുലൂദൻ ഗൈറ, അക്കരിഞ്ഞ തൊലി അങ്ങോട്ട് പോയാൽ പുതിയ തൊലി വേറെ അവർക്ക് കൊടുക്കും. അപ്പൊ എന്തിനാണ് ഈ തൊലി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? മനുഷ്യന്റെ ശരീരത്തിൽ തൊലി നീങ്ങിയാൽ പിന്നെ വേദന ഉണ്ടാവില്ല. അതാണ് നമ്മളെ ഈ തൊലി ഉണ്ടല്ലോ, ഇത് ഫുള്ള് നീങ്ങിയാൽ പിന്നെ ഇറച്ചിമങ്ങള് ബ്ലേഡായിട്ട് കീറിയാലും വേദന അറിയില്ല. അതാണ് ഖുർആൻ ശാസ്ത്രം പഠിപ്പിച്ചല്ല, പക്ഷെ അതിൽ ശാസ്ത്രം ഉണ്ട്. അതുകൊണ്ടാണ് ഈ ആക്സിഡന്റിലൊക്കെ ഉരുകി മരിച്ച ആളുകളെ ഹോസ്പിറ്റലിൽ എത്തിച്ചാൽ അവരിങ്ങനെ ഏതെങ്കിലും ആണിയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ മേടി വെക്കും. രോഗി വേദന ഉണ്ട് എന്ന് പറഞ്ഞാൽ മുസ്ലിം ഡോക്ടർ അവർ അൽഹംദുലില്ലാ എന്ന് പറയും. അല്ലാത്തവർ അതിനനുസരിച്ച് കൊണ്ട് പറയും. വേദന ഇല്ലെങ്കിൽ അവർ പറയും കാര്യം വളരെ സീരിയസ് ആണ്, ദൈവത്തോട് ദ്വാരുന്നോളി എന്ന് പറയും. അതാണ് വേദനയാണ്. കാരണം തൊലി പോയ വേദന ആവില്ല. പടച്ചോനെ അള്ള പറയാണ്, തൊലി ഇങ്ങനെ കരിയുമ്പോഴേക്ക് പുതിയ തൊലി നമുക്ക് അവർക്ക് പകരമായി കൊടുക്കും. എന്തിന്? ലിയദൂഖുൽ അദാബ്, വേദന പോലെ അറിയാൻ വേണ്ടി. ലിയദൂഖു, അവർ രുചിക്കാൻ വേണ്ടി. അൽ അദാബ, നരകത്തിന്റെ തീജ്വാലയുടെ അദാബ് അവർ രുചിക്കാൻ വേണ്ടി. അപ്പൊ ഇയാള് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞു. കാരണം തൊലിയും വേദന സംവേദനയും ഒക്കെ ഗവേഷണം ചെയ്തുകൊണ്ട് ശാസ്ത്രീയ കാമ്പസിൽ വെച്ചുകൊണ്ട് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ജബലന്നൂർ എന്ന മലമുകളിൽ വെച്ച്, ഹിറാ ഗുഹക്കുള്ളിൽ വെച്ച് ഈ മനുഷ്യൻ എങ്ങനെയാണിത് പറഞ്ഞത്? അതിന്റെ പിറകിൽ ദൈവത്താലുള്ളൊരു സഹായമല്ലാതെ വേറൊന്നുമില്ല. അതുകൊണ്ട് ഇനി സത്യം വന്നിട്ട് മൂടി വെച്ചിട്ട് കാര്യമില്ല. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. സത്യത്തിൽ പറഞ്ഞ നരകാണ്, പക്ഷെ അതിൽ അദ്ദേഹത്തിന്റെ പഠനമുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ കരിയുമ്പോ പിന്നൊരു ജീവിതം, പിന്നൊരു മരണം, അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. അവിടെ എത്തിയ പിന്നെ മരണമില്ല. മരണത്തെ മരിപ്പിച്ചു ഖിയാമത്ത് നാളിൽ, പിന്നെ മരണമില്ല. മരണം ഉണ്ടെങ്കിൽ മരിക്കുമല്ലോ. ഇല്ല. സുമ്മലായ മൂത്തുഫിയ വലായഹയ്യ, നിത്യമായി കഠിന അദാബിൽ ഇങ്ങനെ ചീഞ്ചലം ഒരു ഭാഗത്ത്, പുഴുക്കൾ വേറെ ഭാഗത്ത്, തേളുകൾ വേറെ ഭാഗത്ത്, പാമ്പുകൾ വേറെ ഭാഗത്ത്, സബാനിയ മലക്കൾ വേറെ ഭാഗത്ത്. അതോടുകൂടി 3000 കൊല്ലം പടച്ചവൻ കത്തിച്ച് 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 കറുത്ത ജ്വാലയായി മാറിയിട്ടുണ്ടാവും തീകൾ. അതാണ് ഉഖിദ അലൈഹ അൽഫ സന ഹത്ത ഹമറത് ثم ഉഖിദ അലൈഹ അൽഫ സന ഹത്ത ബിയല്ലത് ثم ഉഖിദ അലൈഹ അൽഫ സന ഹത്ത സ്വദ്ദത് ഫഹിയ സൗദാഉ മുള്ളിമ നബിയുനാ റസൂലുള്ളാഹി. ഇത് അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്കാ, തെറ്റൂലട്ടോ. അല്ലാഹുവിന്റെ ഹബീബിന്റെ വാക്കാണ്. എന്ത് തെറ്റിയാലും ഇത് തെറ്റൂല.
അപ്പോൾ നമ്മളെങ്ങനെ വസ്വാസാക്കാൻ പലരും ഉണ്ടാവും. മുഅ്മിനീങ്ങൾ വസ്വാസാവൂല. അത് നാളെ വരാൻ പോലുള്ള യാഥാർത്ഥ്യമാണ്. 1000 കൊല്ലം അല്ലാഹു തആല നരകത്തിലെത്തിനെ കത്തിച്ചു എന്നാണ്. അപ്പൊ അത് ചുവന്ന് തുടിച്ചു. തീക്ക് 3 കളറുണ്ട്. 2 കളറേ ദുനിയാവ് കാണുള്ളൂ. ഒന്ന് ചുവപ്പ്, പിന്നെയും കട്ടി കൂടിയ വെളുപ്പാവും. അങ്ങനെയാണ്. രണ്ടും ഇവിടെ തന്നെ ഉണ്ടാവും, ചുവപ്പ് വെളുപ്പ്. ഇതാണ്. ഇനി തീയിന് വേറെ കളർ വരാണ്ട്. അത് കത്തിക്കാളുന്ന കറുത്ത കൂരിരുട്ട് കളറാണ്. അത് ദുനിയാവിൽ കാണൂല. അത് നരകത്തിലെ തീയാണ്. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അതുകൊണ്ടല്ലോ പഴമക്കാർ ഇതിനെ തൊട്ട് അഭയം തേടിയെന്നല്ലോ. അന്ന് അഭയം തേടാനുള്ള ആയത്തും ഹദീസും ദുആയും പാട്ടും വരെ പ്രായമുള്ള ഉമ്മാക്കും വാപ്പാക്കും വല്യപ്പാർക്കൊക്കെ മനപ്പാടാണ്. നമ്മളെ നാട്ടിലൊക്കെ ഇങ്ങനെ മുഴങ്ങിയിരുന്നൊരു പാട്ടുണ്ട്. ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി യഖ്ലാ വലാ അഖ്വാ അലാ നാരിൽ ജഹീമി فهب لي توبة واغفر ذنوبي فإنك غافر الذنب العظيم. ഇലാഹി, എന്റെ ഇലാഹേ, ലസ്തു, ഞാനല്ല, ലിൽ ഫിർദൗസി, ഫിർദൗസ് എന്ന സ്വർഗത്തിന് അഹ്ലൻ, അർഹതൊന്നും എനിക്കില്ല. ഞാൻ അതിന് പറ്റുന്ന ക്വാളിറ്റി ഉള്ള ആളൊന്നുമല്ല. പക്ഷെ വലാ അഖ്വാ, എനിക്ക് ശക്തിയില്ല റബ്ബേ, അലന്നാരിൽ ജഹീമി, കഠിന കഠോരമായ തീജ്വാലയുള്ള നരകത്തിന് മേൽ കിടക്കാൻ എനിക്ക് തൊലിക്കട്ടിയില്ല. രണ്ടിനടിയിൽ ഇപ്പൊ ഞാൻ കുടുങ്ങിയിട്ടുള്ളത്. സ്വർഗത്ത് പോകാനുള്ള യോഗ്യതയില്ല, നരകത്ത് കിടക്കാനുള്ള ശക്തിയില്ല. ഫഹബുലന, അതെനിക്ക് തൗബ ചെയ്യാനുള്ള അവസരവും എന്റെ തൗബയെ നീ സ്വീകരിക്കുകയും ചെയ്യണേ റബ്ബേ. ഇതിങ്ങോട്ട് പാടി പറയുമ്പോ പഴമക്കാരായ മൊക്കനിട്ട് വല്യമാര് പൊട്ടിപ്പൊട്ടിയാണ്ട് കാര്യം. എന്റെ വല്യമ്മക്കാ കൊടുത്തു. എനിക്ക് ഈ ബെയ്ത്ത് മനപ്പാടായത് വല്യമാന്റെ തൊള്ളേന്ന്. പിന്നെയാണ് ഞാൻ കിതാബ് കണ്ടത്. വല്യമാന്റെ തൊള്ളേന്നാണ് ഈ ബെയ്ത്ത് ഞാൻ മനപ്പാടാക്കിയത്. പിന്നെ ഞാൻ കിതാബ് കണ്ടു. വല്യമ്മ റബീഉൽ 12 വഫാത്ത്. അതുപോലെ ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ വഫാത്താൻ. 90 വയസ്സോളം അയക്കുന്നത്. പക്ഷെ എന്നാലും രാത്രി എണീറ്റിട്ട് ചൂടിക്കാർമ പിടിച്ചിട്ടാണ് തഹജ്ജുദ് നിസ്കരിക്കുക. അങ്ങനെ നല്ല പാണ്ഡിത്യമുള്ള ആളായിരുന്നു. നല്ല പാണ്ഡിത്യം, വലിയ ബോധി കൊടുത്തിരുന്നു. അതാണ് യാ അല്ലാഹ്. ഇങ്ങനെ ഈ ബൈത്ത് ഇങ്ങനെ ചൊല്ലും. എന്നിട്ട് ഇങ്ങനെ കാര്യം അറിയടാ, എനിക്ക് അതിന്റെ മാന അറിയോ? മദ്രസ പഠിക്കുന്ന കാലത്ത് എനിക്കറിയോ. പിന്നെ ഓതി പഠിച്ച് മുത്താലിമാകുമ്പോ ഭയങ്കര ബഹുമാനമായിരുന്നു. നിങ്ങൾ ഇവിടെ ഇരിക്കുന്നൊക്കെ പറയും. നിങ്ങളവിടെ ഇരിക്കുക. അങ്ങനെ എന്റെ ഉമ്മ ഇടയ്ക്ക് നിങ്ങൾ വിളിക്കും. എന്താ അറിയോ, ഇൽമിനോടല്ലേ നമുക്ക് വല്ല ഇൽമുണ്ടാവുന്ന പോലെ ധാരണ. ഓതി പഠിക്കല്ലേ, നമ്മൾ ഓടി പഠിക്കണമെന്ന് പോൽക്കറിയില്ലല്ലോ. ഓലി നമ്മൾ ഓതി പഠിക്കാന്ന് കേട്ടു. നമ്മൾ ഓടി പഠിക്കണം, പക്ഷെ അത് ഓൽക്കറിയില്ലല്ലോ. അപ്പൊ കണ്ടാ പറയും ഞാൻ. എന്റെ ഉമ്മ ഒരിക്കൽ ഹോസ്പിറ്റലില് പിന്നെ അഡ്മിറ്റ് ചെയ്യപ്പെട്ടു. ഞാൻ ഓതുന്ന കാലത്താണ്. ഞാൻ ആലത്തൂർപ്പടിയിൽ ഓതുക. അപ്പൊ ഉമ്മാനെ ആശുപത്രിക്ക് അഡ്മിറ്റ് ആയപ്പോ പിന്നെ എനിക്ക് പോകാൻ തീരെ മനസ്സില്ല. പള്ളിയിലാണെങ്കിൽ പരീക്ഷ എടുത്തും ചെയ്തിട്ടുണ്ട്. അന്നാണ് ഉമ്മ എന്നെ ആദ്യം ഇങ്ങനെ വിളിക്കണേ കേട്ട്, നിങ്ങൾ പോയിക്കോളി മാനൊട്ടി, നിങ്ങൾ പോയിക്കോളി എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. അങ്ങനെയല്ല പോയി കുപ്പായിട്ടത്. അല്ല ആ ഉസ്താനോട്ട് പറഞ്ഞാൽ മതി, ഞാൻ ആശുപത്രിയിൽ എന്നിട്ട് 10 ദിവസം അവിടെ, എന്നിട്ട് ഇങ്ങനെ കക്കി കുരച്ചിട്ട് അങ്ങനെ വരിക. അങ്ങനത്തെ കുട്ടികൾക്ക് എങ്ങനെ ഹെൽമെറ്റ് ഉണ്ടാവില്ലല്ലോ. ഉമ്മാരും ബാപ്പാരും പിടിച്ചിട്ട് അതൊക്കെ വേറെ ആൾക്കുള്ള ഡോസാട്ടോ, നിങ്ങൾക്കുള്ള വേറെ കുട്ടികൾക്കുള്ള. ഇവിടെ കുറച്ച് സൈസ് അങ്ങനെ ഉണ്ട്. വരയിക്കാണ്ട് പോയാൽ പിന്നെ ഇങ്ങോട്ട് കിട്ടൂല. അതന്നെ. മറ്റേ ചങ്ങായി വന്നല്ലേ പോയിന്ന്, ഡോക്ടറെ കാണാൻ പോയിന്നല്ലോ. അതെല്ലാം പറഞ്ഞു. അതുകൊണ്ട് പോയാ പിന്നെ ഡോക്ടറെ കാണാനും മരുന്ന് വാങ്ങാനാ പോവാ. പിന്നെ ഇങ്ങനെ അങ്ങനത്തെവരൊന്നും പൊടിച്ചിക്കൂല. അതാണ് ഇങ്ങനെ ശൈത്താന്റെ കെണിപ്പെടുകയാണ്. അതാണ് ശൈത്താൻ ഇങ്ങനെ കെണിപ്പെടുക. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ ഇത് വലിയ ഗൗരവമുള്ള സംഗതിയാണ്. നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കേണ്ട ആയത്താണ്. ഹറാമുകൾ ചെയ്യാനുള്ള അവസരം ഇങ്ങനെ വരുമ്പോ മേന്ന് പറഞ്ഞ ഉമ്മാനെ വിളിക്കലിട്ട് അത്ഭുതം കൊണ്ട് അങ്ങനെ വിളിക്കാൻ നമ്മൾ വിളിക്കലുണ്ടല്ലോ. എന്ന് പറഞ്ഞിട്ട് മാറിക്കാനുള്ള ആയത്താണ്. ഈ ആയത്തെ നമ്മൾ ഹറാമെന്ന് രക്ഷപ്പെടുത്തും. ആയത്ത് ചിന്തിച്ചാൽ അവസരങ്ങൾ ധാരാളമുള്ള കാലമാണ്. എന്ത് തോന്നിയാസത്തിൽ നിന്ന് അവസരമുണ്ട്. പക്ഷെ ഈ ആയത്തെ കൽപ്പിനുണ്ടെങ്കിൽ ഒരു ഞെടുക്കം കണ്ടുവരും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു ഗാന്ധിജിന്റെ ചരിത്രം തന്നെ വായിച്ചാലും മൂപ്പര് നരകം ചിന്തിച്ചിട്ടൊന്നുമല്ല. മൂപ്പര് സുന്ദരി പെണ്ണുങ്ങളെ അടുത്തെടുത്തു. മുണ്ടണ്ട കുറച്ചെണ്ണത്തൊന്നും കോപ്പി അടിക്കരുതിട്ടോ. സുന്ദരി പെണ്ണുങ്ങളെ അടുത്ത് കെടുത്തു ഗാന്ധിജി. എന്തിന്? മനസ്സ് റെഡി ആയിക്കണോ നോക്കാൻ. ഒന്ന് അടുത്ത് കെടുത്തി നോക്കാണ്. അയാളാ മാനസിക അവസ്ഥയും കൂടി നമുക്ക് ഇല്ലെങ്കിൽ എന്തിനാ പിന്നെ തൊപ്പിയും അല്ലേ? അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ.
ഞാൻ അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ വായിച്ചിട്ടുണ്ട്. നല്ല സുമികളായ പെൺകുട്ടികളെ അടുത്തെടുത്തു. എന്തിന്? മനസ്സിന് ഇക്കിളി വരുന്നുണ്ടോ നോക്കാനോ. അങ്ങനെയായിരുന്നു മൂപ്പരൊരു കോഴ്സ്. പക്ഷെ നമ്മളെ വായിക്കുമ്പോൾ ഞാൻ അങ്ങനെ എന്തിച്ചു പഠിച്ചോനെ, അതിപ്പോ ഇന്ത്യൻ മാമുട്ടിയാക്കാനൊക്കെ അങ്ങനെയല്ല, നമ്മളൊക്കെ അടുത്താണെങ്കിൽ എന്തായിരിക്കും ഇപ്പൊ അവസ്ഥ റബ്ബേ. അയാള് പിന്നെയും രക്ഷപ്പെടും. എന്നെ പോലത്തെ ഇപ്പൊ അള്ളാഹു നമ്മളൊക്കെ ഇന്ന് എല്ലാ സൗകര്യം ഉണ്ടല്ലോ. എന്ത് തോന്നിയസം ചെയ്യാനെന്ന് അസൗകര്യമുള്ളത്. എനിക്കിപ്പോ എന്തെങ്കിലും ഒരു തോന്നിയസങ്ങൾ ആരും കാണാതാണെന്നെങ്കിൽ എവിടേക്കിലാണ് പോയാൽ പോരെ. കള്ളുടിക്കുക, പെണ്ണിനെ പിടിക്കുക, ആരൊന്നും പറയില്ലല്ലോ. ഇത്ര സൗകര്യമുള്ള ഒരു കാര്യം അടുത്തുണ്ടോ? അവിടെയാണ് ഈ ആയത്തുകൾ ഇങ്ങനെ മനസ്സിൽ വരുന്നത്. സോനെ ശരിയാവില്ല, ശരിയാവില്ല, ശരിയാവില്ല. അതാണ് ആയിപ്പെട്ട ഒരു ആയത്താണിത്. അള്ളാഹു നമ്മളൊക്കെ കാത്തുരക്ഷിക്കട്ടെ. എന്താ പൈക്ക വലിച്ചെറിയണേ? സൂറത്തുൽ മുൽക്ക് പറഞ്ഞില്ലേ, وللذين كفروا بربهم عذاب جهنم وبئس المصير إذا ألقوا فيها سمعوا لها شهيقا وهي تفور تكاد تميز من الغيظ كلما ألقي فيها فوج سألهم خزنتها ألم يأتكم نذير. സൂറത്തുൽ മുൽക്ക്. അതിങ്ങനെ ഇടുന്ന കോലാണാ പറഞ്ഞത്. മണ്ട ഉണ്ടല്ലോ, മണ്ട കണ്ട് ബാക്കൊക്കെ വളക്കും, കാലും കണ്ട് എന്നിട്ട് ഇങ്ങനെ റൗണ്ടാക്കും. എന്നിട്ട് ചില മലക്കുകൾ എന്ത് ചെയ്യും, അവരെ മുട്ടും വെച്ചിട്ട് നമ്മളെ ഊരാണ്ട് പൊട്ടിക്കും. ചപ്പുക അടുപ്പൊക്കെ നമ്മള് വിറകെ പൊളിച്ചിടുന്ന മാതിരി ഒരൊറ്റ. ഇതോർത്തുകൊണ്ട് പൊട്ടി പൊട്ടിക്കരഞ്ഞു മുഹമ്മദ് മുസ്തഫ. അതിന് രക്ഷപ്പെടാ എന്തെങ്കിലുമൊക്കെ ഒരു അമല് എന്നും കൊണ്ടെടുക്കുക. അതിന് പറ്റണ ഒരു അമലാണിത്. എന്തുകൊണ്ട് കേട്ടോളേ, മജ്ലിസുൽ ഇൽമി റൗളത്തും മിൻ റിയാദിൽ ജന്ന. ഇൽമിന്റെ സദസ്സ് സ്വർഗീയ തോപ്പുകളിൽ നിന്നുള്ള ഒരു തോപ്പാണ്. എന്താ പറയാൻ കാരണം, ഇൽമിന്റെ സദസ്സിൽ വന്നിരിക്കുന്നവർ കാര്യമായ തടസ്സമൊന്നുമില്ലെങ്കിൽ നാളെ സ്വർഗത്തിൽ തന്നെ. നിങ്ങളെന്നും സുബൈക്ക് വരല്ലേ, ഇതിനെ പൊളിക്കാനുള്ള കാര്യമായ തടസ്സമൊന്നും ഇപ്പം നിങ്ങളെടുത്ത് അറിയിട്ടുണ്ടാവില്ല. അതിനൊരാളെ കൊല്ലൊക്കെ കാണും. ഒന്നുവേണോ? പിന്നെ അല്ലെങ്കിൽ വ്യഭിചരിക്കണം. എന്നാ തന്നെ തൗബ ചെയ്താൽ അള്ളാഹു സ്വീകരിച്ചാൽ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ കാര്യമായിട്ട് ഇത് സ്വർഗത്തേക്ക് എടുത്ത് ഒരുക്കി വെക്കാനുള്ള ഒരു വലിയ അമല. ഇത് ചെറുതാക്കരുത്, ഇത് വലിയ ഒരു അമലാണ്, വലിയ അമലാണ്. ഒരു സഹാബി മരിക്കാൻ പോകണ്ടെന്ന് അള്ളാഹു താല മുത്തനബിക്ക് അറിയിച്ചു കൊടുത്തു. നിങ്ങൾ ആ ശിഷ്യന് ഇന്ന് മരിക്കും എന്ന് പറഞ്ഞു. റസൂലുള്ളാഹിക്ക് അള്ളാഹ് അറിയിച്ചു കൊടുക്കുമല്ലോ. അള്ളാഹു വിളിച്ചു. പിന്നെ ഇങ്ങനൊക്കെ ഒരു സംഭവം ഉണ്ട്. അതുകൊണ്ട് അപ്പൊ ഇനിയിപ്പോ മരിക്കണതിന് മുമ്പ് എന്താ അമല ചെയ്യേണ്ടിന്നാവല്ലോ. ഉംറക്ക് പോകണമെന്ന് പറഞ്ഞില്ല, തവാഫ് ചെയ്യണമെന്ന് പറഞ്ഞില്ല. ആ മജ്ലിസിൽ പോയിരുന്നോ എന്ന് പറഞ്ഞു. ആ ഇൽമിന്റെ മജ്ലിസിൽ പോയിരുന്നോ? കാരണം അവിടുന്ന് മരിച്ചാൽ നേരെ സ്വർഗത്തിൽ. അപ്പൊ അള്ളാഹു തആല ഇതിൽ എന്നും വരാനും ഞാൻ ഇപ്പം ഇന്നലെ രാത്രിയാണ് റൂമിലെത്തിയത്. അതിന് കാസർഗോഡൊന്നും അല്ലായിരുന്നു. കാസർഗോഡ് നിന്ന് ഒരു മണിക്കൂർ പിന്നെ യാത്രയാണ്. പിന്നെ രാത്രി വേറൊരു പരിപാടി. അത് കഴിഞ്ഞിട്ട് അവിടെ എത്തി. ഒരു ക്ഷീണമില്ല. അങ്ങനല്ലേ, ക്ഷീണമൊന്നുമില്ല. ഇപ്പൊ നമ്മളെ കുട്ടികൾ ചിലർ ഉറങ്ങുമ്പോൾ കളിയായിരിക്കും, അത് ക്ഷീണം കൊണ്ടായിരിക്കും. നമുക്ക് ക്ഷീണമുണ്ട്. ഈ ക്ഷീണമില്ലാത്ത അറിയാത്തോണ്ടാണ്. ഇൽമു ഭയങ്കര രസമായി. എനിക്ക് ഭയങ്കര രസമായിരുന്നു. ഉസ്താദിനെ എന്നെ കുറിച്ച് പറയും. ജലീൽ റഹ്മാനൊക്കെ എന്ത് ക്ഷീണമെങ്കിലും ഇൽമിന്റെ സാസിൽ ഇരിക്കുകയോ വാള് പറയുകയോ ചെയ്താൽ മൂപ്പരെ ക്ഷീണമൊക്കെ പോകും. ഒരു ശരിയാണ്, ഭയങ്കര ആവേശമാണ്. ഇൽമ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലേ. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. സ്ട്രോക്ക് പിടിച്ചിട്ട് ഒരാൾ കിടക്കുന്നുണ്ട്. അള്ളാഹു തആല അദ്ദേഹത്തിന് ശിഫ നൽകട്ടെ. ഒരാത്മപ്രിയങ്കരനായ കുടുംബത്തിൽ ഒരാളെ പോലെയുള്ള സുഹൃത്തിന്റെ പ്രിയപ്പെട്ട 12 വയസ്സുള്ള പൊന്നുമോൾക്ക് മാറാത്തൊരു തലവേദന പോലെ ഇടക്കിടക്ക്
പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയാണ്, വന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹു ശിഫയായി കൊടുക്കട്ടെ. അദ്ഹിബിൽ ബഅസ റബ്ബന്നാസ് ഇശ്ഫിഹാ അൻത ശാഫി ലാ ശിഫാഅ ഇല്ലാ ശിഫാഉക്. നമ്മളെ മഹമൂലിയരെ പാപ്പ മരിച്ച 35-ാം ആണ്ടിലെ ദിവസമാണ്. 35 31 അള്ളാഹു താല അദ്ദേഹത്തിന്റെ പിതാവിന് എന്നും ക്ലാസ്സിന് വരുന്ന ആളാണ്. ആ അമലും ഒക്കെ അള്ളാഹു താല അവരുടെ പിതാവിനും അള്ളാഹു താല എത്തിച്ചു കൊടുക്കട്ടെ. അള്ളാഹു താല അവരുടെ ഖബർ സന്തോഷമായി കൊടുക്കട്ടെ, വിശാലായി കൊടുക്കട്ടെ, സൗരഭ്യപൂർണമാക്കട്ടെ, സൗഗന്ധിക കേന്ദ്രമാക്കി കൊടുക്കട്ടെ. കണ്ണെത്താ ദൂരത്തേക്ക് പഠിച്ചോനെ അവരുടെ ഖബറിനെ വിശാലമായി കൊടുക്കണേ അല്ലാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വ മൗലാനാ മുഹമ്മദ്. അല്ലാഹുവേ, വന്നത് ഇരുന്നത് പറയുന്നത് കേൾക്കുന്നത് ഒക്കെ നീ കബൂലാക്കണേ അല്ലാഹ്. പലരും എണ്ണടിച്ച് വണ്ടിയിലാണ് വരുന്നത്. അല്ലാഹുവേ, അതിലപ്പുറം നീ ദുനിയാവിൽ അവരുടെ കച്ചവടത്തിലൂടെ കൊടുക്കണേ അല്ലാഹ്. ഈ സദസ്സിന് വേണ്ടി ആരൊക്കെ എന്തൊക്കെ ത്യാഗം സഹിക്കുന്നുണ്ടോ, എന്തെല്ലാം പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ടോ, ഉറക്കൊഴിച്ച് മഴയുണ്ടെങ്കിലും വെയിലാണെങ്കിലും ചൂടാണെങ്കിലും തണുപ്പാണെങ്കിലും സ്ഥിരമായി പങ്കെടുക്കുന്നവരടക്കമുണ്ട്. പടച്ചോനെ, നിന്റെ ഖജനാവ് നീ തുറന്നു കൊടുക്കണേ അല്ലാഹ്. ഈ വിനീതനും നീ തുറന്നേറണേ അല്ലാഹ്. നിന്റെ അടുത്ത് നിന്നല്ലാതെ ഞങ്ങൾക്കൊന്നും കിട്ടാനില്ല, വേറെ റബ്ബിനോട് ഞങ്ങൾക്ക് ചോദിക്കാനില്ല. നീ തന്നെ ഞങ്ങളെ രക്ഷപ്പെടുത്തി തരണേ അല്ലാഹ്. ഇന്ന് ആയത്തിൽ പരാമർശിച്ച നരകം ഒന്നുമല്ല, അതിന്റെ അപ്പുറമാണ് നീ കരുതി വെച്ചിട്ടുള്ള കഠിനമായ അദാബിന്റെ തീജ്വാല. അതിലൊരു മൈക്രോ സെക്കൻഡും ഈ പാവങ്ങളായ അടിയങ്ങളെ നീ കിടത്തി കരിക്കല്ല അല്ലാഹ്. നീ സ്വർഗത്തിലേക്ക് ഹിസാബിൽ കൊടുങ്ങാതെ രക്ഷപ്പെട്ട് കിതാബ് വലത്തെ കയ്യിൽ വാങ്ങി ചിരിച്ചു പോകുന്നവരിൽ പെടുത്തണേ അല്ലാഹ്. നാളെ മുഖം കരിവാളിക്കുന്ന നിർഗുണ വിഭാഗത്തിൽ പെടുത്തല്ലേ അല്ലാഹ്. നാളെ ദുഃഖഭാരം കൊണ്ട് കൈ കടിച്ചു തുപ്പുന്നവരിൽ പെടുത്തല്ലേ അല്ലാഹ്. കിതാബ് കയ്യിൽ കിട്ടുമ്പോഴേക്ക് പ്രസന്ന ഭാവത്തോടെ ചിരിച്ച് സിറാത്ത് വിട്ടുകടന്ന് സ്വർഗം സ്വന്തമാക്കുന്നവരിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഹബീബിന്റെ ശഫാഅത്ത് നൽകണേ അല്ലാഹ്. ഹബീബിന്റെ ആളുകളാക്കണേ അല്ലാഹ്. അവിടുത്തെ മദ്ഹ് പറയുന്നവരാക്കണേ അല്ലാഹ്. അവിടുത്തെ സുന്നത്ത് പിൻപറ്റുന്നവരാക്കണേ അല്ലാഹ്. ഞങ്ങൾ ഹറാമിൽ വീഴുന്നത് നീ സൂക്ഷിക്കണേ അല്ലാഹ്, ശ്രദ്ധിക്കണേ അല്ലാഹ്. സൗകര്യങ്ങൾ എമ്പാടുമുണ്ടെങ്കിലും പാതിരാവിന്റെ ഉള്ളറയാണെങ്കിലും ഹറാമിൽ വീഴുന്ന അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാഹ്. തോന്നിവാസങ്ങൾ ഞങ്ങളിൽ നിന്ന് വരുത്തല്ലേ അല്ലാഹ്. അല്ലാഹുമ്മ അൻസുർ ഉമ്മത്ത സയ്യിദിനാ മുഹമ്മദ് വറഹ്മത്ത സയ്യിദിനാ മുഹമ്മദ് തജാവസ് അൻ ഉമ്മത്തി സയ്യിദിനാ മുഹമ്മദ് اجعلنا من خيار أمته ومن محبيه واغفر لنا يا غفار وسلمنا يا سلام وهب لنا يا وهاب واستر عيوبنا يا ستار وارزقنا يا رزاق واشفنا واشف المرضى يا شافي يا كافي يا معافي. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. واغفر لنا ولمن دفنوا حوالينا ولجميع المؤمنين والمؤمنات آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير الخلق سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.